ഹായ്, രുദ്ര ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മക്കൾക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ്. അവർ സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നത് ഇന്നാണ്. സെക്കൻഡ് സ്റ്റാൻഡേർഡും തേർഡ് സ്റ്റാൻഡേർഡും കൂടിയാണ് ടൂറ് പോകുന്നത്. 2 ക്ലാസ് ഒരുമിച്ചാണ് പോകുന്നത്. അപ്പം ടീച്ചേഴ്സൊക്കെ റെഡിയാണ്. കുട്ടികളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ടൂറിന് പോകാനുള്ള കുട്ടികളൊക്കെ എത്തി. അപ്പം അവർ ബസ് റോഡിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പം അവർ ഗ്രൗണ്ടിലേക്ക് ഇറക്കിയതാണ് മക്കളെല്ലാവരും വരിയായിട്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് ബസ്സിലേക്ക് കയറ്റുകയാണ്. ഈ ബസ്സിലാണ് അവർ പോകാൻ പോകുന്നത്. കണ്ടില്ലേ ധ്രുവത്തിൻ്റെയും ദ്രാവത്തിൻ്റെ ഒരു സന്തോഷം. സാറുമാർ നിന്നിട്ട് വളരെ കൃത്യമായിട്ട് എണ്ണം എടുത്തിട്ടാണ് കയറ്റുന്നത്. കുട്ടികളെ എണ്ണം എടുത്തിട്ടാണ് ബസ്സിലേക്ക് കയറ്റി വിടുന്നത്. ഇന്നത്തെ ദിവസം ടൂറ് പോകാനുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഉറക്കവും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. ഭയങ്കര ത്രില്ലായിരുന്നു. എങ്ങനെയെങ്കിലും നേരം വെളുത്താൽ മതി. എന്നോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, അമ്മേ ഉറങ്ങണ്ടല്ലോ, ഉറങ്ങിയാലും ഉറങ്ങിപ്പോയാൽ എന്ത് ചെയ്യും, പോകാൻ പറ്റില്ലല്ലോ എന്നൊക്കെയാണ്. അപ്പോൾ അവരത്രയും ത്രില്ലിലാണ് ടൂറ് പോകുന്നത്. അതും ടീച്ചേഴ്സിൻ്റെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയും ആയതുകൊണ്ട് അത്രയും ഭയങ്കര ത്രില്ലിലാണ് അവർ. അപ്പോൾ ഇതാണ് ബസ്. ധ്രുവത്തിനും ബസ് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ടൂറിസ്റ്റ് ബസ്സുകൾ. അതിൻ്റെ ലൈറ്റിങ്ങും പിന്നെ പാട്ടും, അതിൽ പാട്ട് വെക്കുമ്പോൾ ഡാൻസ് കളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സ്കൂൾ ടൂർ എന്നൊക്കെ പറഞ്ഞാൽ അവർ ഓർമ്മയിൽ എന്നും നിലനിൽക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അവർ കളിച്ചതും ഫ്രണ്ട്സിൻ്റെ കൂടെ ചിരിച്ചതും പറഞ്ഞതും ഒക്കെ അവർ ഓർമ്മയിൽ ഇങ്ങനെ നിലനിൽക്കും. ഡ്രൈവർ നേരെ പിറകിലത്തെ സീറ്റിലാണ് ധ്രുവത്തും ഇരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ടാറ്റയൊക്കെ കാട്ടുന്നുണ്ട് എന്നോട്. എനിക്കൊരമ്മ എന്നുള്ള നിലയ്ക്ക് അവരെങ്ങനെ ബസ്സിലൊക്കെ കയറി ഒറ്റയ്ക്ക് പോകുന്ന സമയത്തൊരു പേടിയാണ്. പിന്നെ അവർ വരുന്നവരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ ടീച്ചർമാർ നല്ലോണം നോക്കും കേട്ടോ, അതൊരു സമാധാനമാണ്. പിന്നെ ഇത്രയും സമയം കാണാതെ നിൽക്കുന്നേരമുള്ളൊരു ടെൻഷൻ. പിന്നെ അവരുടെ സന്തോഷമല്ലേ, അതല്ലേ നമുക്ക് വലുത്. പിന്നെ ടീച്ചേഴ്സ് അപ്പം അപ്ഡേഷൻ തന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഫുഡൊക്കെ കൊടുക്കുകയാണ് മക്കൾക്ക്. അവരോരോ സ്ഥലത്ത് എത്തുമ്പോഴും ടീച്ചേഴ്സ് അപ്ഡേഷൻ തന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലിരിക്കുന്ന ഞങ്ങൾ അമ്മമാർക്കൊരു സമാധാനം കൂടിയാണ്, അത് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവർ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മക്കളെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ ഫുഡും ഉച്ചക്കത്തെ ഫുഡും വൈകുന്നേരത്തെ സ്നാക്സും ഒക്കെ ഈ ടൂറിൻ്റെ വക തന്നെയാണ്. രാവിലെ ഇഡ്ഡലിയും ചട്നിയാണ് കഴിക്കാനുള്ളത്. അപ്പോൾ ഓരോ മക്കളും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല സന്തോഷത്തിലാട്ടോ. പിന്നെ ധ്രുവത്തിൻ്റെയും ക്ലാസ് ടീച്ചറായ സാമി ടീച്ചറെ കുറിച്ച് പറയാനാണെങ്കിൽ, ടീച്ചർ പ്രഗ്നൻ്റ് ആണ്. എന്നിട്ട് വരെ മക്കൾക്ക് വേണ്ടിയിട്ട് മക്കളെ കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വയ്യാത്ത ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ടീച്ചറുള്ളത്. അപ്പം എന്നിട്ടും കൂടെ ടീച്ചർ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പോയിരിക്കുന്നത് വൈത്തിരി പാർക്കിലേക്കാട്ടോ. അപ്പോൾ അവരെ പാർക്കിലൊക്കെ എത്തി അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിന് തന്നൊരു സന്തോഷമാണ്. അപ്പം അവരവിടെ അത്രയും ഹാപ്പിയാണ്. അപ്പോൾ പിന്നെ അത് കാണുന്നേരം നമ്മളും ഹാപ്പി. പിന്നെ എല്ലാ റൈഡിലും ടീച്ചേഴ്സ് മക്കളെ കയറ്റിയിട്ടുണ്ട് കേട്ടോ, എല്ലാവരും. എൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര പേടിയാണ്. പക്ഷേ അതൊക്കെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് ടീച്ചേഴ്സ് എല്ലാത്തിലും കയറ്റിയിട്ടുണ്ട് കേട്ടോ മക്കളെ. നല്ല കളിയിലാണ് എല്ലാവരും. ദ്രാവത്തിൽ ഈ റൈഡിൽ കയറി കളിക്കുകയാണ്. അപ്പം എല്ലാവരും കൂടെ അടിപൊളിയാക്കുന്നുണ്ട്. അതൊരു രസം തന്നെയാണ് അല്ലേ, നമ്മളെ സ്കൂളിൽ നിന്ന് ടൂർ പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയും ടീച്ചേഴ്സിൻ്റെ കൂടെയൊക്കെ കളിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ മക്കളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയൊരു കാര്യമാണ്, ഒരു ലക്കാണ്. പിന്നെ എല്ലാ റൈഡുകളും നല്ല സേഫ്റ്റി ആയിട്ട് തന്നെയാണ് കേട്ടോ അവർ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല. പിന്നെ ഇതാ ഇപ്പോൾ ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ടി വിയിൽ ഇങ്ങനെ കാണുകയെന്നല്ലാതെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് കാണുന്നത്. നല്ല രസമുണ്ട് എല്ലാ മക്കളും കളിക്കുന്നത് കാണാൻ. അവർ നല്ലൊരു എക്സസൈസും കൂടിയാണ് കേട്ടോ ഇത്. എത്ര ചാടി കളിച്ചാലും അഥവാ വീണാലും ഒന്നും പറ്റില്ല, നല്ല സേഫാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഇത്. പിന്നെ ടീച്ചേഴ്സ് എല്ലാവർക്കും ഫുഡ് കൊടുക്കുകയാണ്, എല്ലാ മക്കൾക്കും. അപ്പം ബിരിയാണി ആയിരുന്നു അവർക്ക് കഴിക്കാനുണ്ടായിരുന്നത്. എല്ലാ മക്കളും നന്നായിട്ട് കഴിക്കുകയാണ്. ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല ടീച്ചേഴ്സിന്. അപ്പോൾ അവർക്ക് കറക്റ്റ് സമയത്ത് തന്നെ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അവർ നല്ല അഭിപ്രായം കേട്ടോ പറഞ്ഞത്. മക്കളിവിടെ വന്നിട്ട് നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. ഒരാൾ പറഞ്ഞു ഞാൻ 2-3 പ്രാവശ്യമൊക്കെ വാങ്ങിയെന്ന്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണിക്കൊക്കെ.
ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവർ വീണ്ടും കളിക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ ഇത് കണ്ടോ, മക്കൾക്ക് ഇരിക്കാൻ പറ്റിയ രീതിയിലുള്ളൊരു തോണി. നമ്മൾ കാർണിവലിനൊക്കെ പോയാൽ വലിയ തോണിയല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പം ഇത് ചെറിയ മക്കൾക്ക് ഇരുന്ന് സേഫായിട്ട് കളിക്കാൻ പറ്റിയൊരു തോണിയാണ്. അപ്പോൾ അവർ നല്ല ഹാപ്പിയാണ്, കണ്ടില്ലേ. പിന്നെ അതാ യന്ത്രഊഞ്ഞാലാണ്, ചെറിയ യന്ത്രഊഞ്ഞാലാണ് മക്കൾക്ക് ഇരിക്കാൻ പറ്റിയ തരത്തിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. അതൊക്കെ അടിപൊളി കേട്ടോ. കാരണം വലിയ യന്ത്രഊഞ്ഞാലിലൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മുട്ട് വിറയ്ക്കും. മക്കൾക്ക് പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇതൊക്കെ അവർക്ക് കയറാൻ പറ്റുകയും ചെയ്യും, ആ പേടിയൊക്കെ ഒന്ന് മാറുകയും ചെയ്യും. അപ്പോൾ എൻ്റെ മക്കളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അടിപൊളിയായിരുന്നു. പിന്നെ അടുത്ത റൈഡ് ഇതാണ്, സൈക്കിള്. അപ്പം അവർ ഹെൽപ്പ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒക്കെ കഴിഞ്ഞ് അവരെത്തി കേട്ടോ. രാത്രി ഒരു 8:20 ആയിട്ടുണ്ട് എത്തുന്ന സമയത്ത്. അവർ തിരിച്ചെത്തിയതും നല്ല ഹാപ്പിയിലാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്നോട് കുറേ പോയ വിശേഷങ്ങൾ അവർക്ക് പറയാനുണ്ട്. അപ്പം ഞാൻ അതൊക്കെ കേൾക്കട്ടെ. അപ്പം എല്ലാവർക്കും ബൈ.